നമസ്കാരം. യു.എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ തീരുമാനം ആഗോള വാഹന വിപണിയെ പിടിച്ചുലയ്ക്കുന്നു. അമേരിക്കയിലേതുൾപ്പെടെ ലോകത്തെ എല്ലാ പ്രമുഖ വാഹന നിർമ്മാണ കമ്പനികളുടെയും ഓഹരി മൂല്യം ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടിഞ്ഞു. യു.എസിലേക്കുള്ള ഇന്ത്യയുടെ നേരിട്ടുള്ള വാഹന കയറ്റുമതി വളരെ കുറവാണെങ്കിലും ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമായതിനാൽ ഇന്ത്യൻ കമ്പനികളും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സ് ഓഹരി വിലയിൽ രാവിലെ ഉണ്ടായത് 5% ഇടിവാണ്. ഐഷർ മോട്ടോഴ്സ് ഏകദേശം 2% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഹ്യുണ്ടായിയുടെ നഷ്ടം ഏകദേശം 3.7%. സംവർധന മദേഴ്സണാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. കമ്പനിയുടെ ഓഹരി മൂല്യം ഏകദേശം 6.4% ഇടിഞ്ഞത്. സോണ BMW 4.4%, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 3.4% എന്നിങ്ങനെയും തിരിച്ചടി നേരിട്ടു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് യു.എസിലേക്ക് $6.79 ബില്യൺ ഓട്ടോ ഘടകങ്ങളുടെ കയറ്റുമതിയാണ് നടന്നത്. അതേസമയം യു.എസിൽ നിന്നുള്ള രാജ്യത്തിന്റെ ഇറക്കുമതി 15% തീരുവയിൽ $1.4 ബില്യൺ ആയിരുന്നുവെന്ന് വ്യവസായ കണക്കുകൾ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ യു.എസിലേക്ക് വലിയ അളവിൽ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നില്ലെങ്കിലും മറ്റ് പല വിധത്തിലും അമേരിക്കൻ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് എടുക്കുകയാണെങ്കിൽ അവർ യു.എസിലേക്ക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നില്ല. എന്നാൽ വിൽപ്പനയുടെ 22% യു.എസിൽ നിന്നും ലഭിക്കുന്ന കമ്പനിയുടെ ബ്രിട്ടീഷ് അനുബന്ധ സ്ഥാപനമായ ജാഗ്വർ ലാൻഡ് റോവർ ട്രംപിന്റെ പുതിയ തീരുവയിൽ ആഘാതം നേരിടേണ്ടി വരും. പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് മുതൽ UK-യിൽ നിർമ്മിച്ച കാറുകളുടെ ഇറക്കുമതി ചെലവ് കുത്തനെ ഉയർത്തും. അമേരിക്കൻ റൈഡർമാർക്കിടയിൽ ഒരു ജനപ്രിയ മോഡലായ ഐഷർ മോട്ടോഴ്സിന്റെ റോയൽ എൻഫീൽഡ് 650cc മോട്ടോർ സൈക്കിളുകളുടെ വിലയും ഇറക്കുമതി താരിഫ് കാരണം ഉയർന്നേക്കും. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ കമ്പനിയായ ജനറൽ മോട്ടോഴ്സിന്റെ ഓഹരി വില ഏകദേശം 3% ഇടിഞ്ഞു. ജീപ്പിന്റെയും ക്രിസ്ലറിന്റെയും മാതൃ കമ്പനിയായ സ്റ്റെല്ലാൻഡിസിന് ഓഹരി വിപണിയിൽ ഏകദേശം 3.6% ഇടിവാണ് നേരിട്ടത്. അതേസമയം ഫോർഡിന് നേരിയ നേട്ടമാണ് ഉണ്ടായത്. അമേരിക്കയിലേത് മാത്രമല്ല, ജപ്പാനിലെ മുൻനിര കാർ നിർമ്മാതാക്കൾക്കും തിരിച്ചടി നേരിട്ടു. ടൊയോറ്റ 3.7%, നിസാൻ 3.2%, ഹോണ്ട 3.1% എന്നിങ്ങനെയാണ് ഇടിവ് നേരിട്ട പ്രമുഖ കമ്പനികൾ. മിത്സുബിഷി, ഹ്യുണ്ടായി എന്നിവയ്ക്കും സമാനമായ ഇടിവ് നേരിട്ടു. ഈ നീക്കം ജപ്പാന്റെ ഒരു പ്രധാന തൊഴിൽദാതാവായ ഓട്ടോമൊബൈൽ മേഖലയെയും യു.എസിലേക്കുള്ള $142 ബില്യൺ കയറ്റുമതിയെയും വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. അതേസമയം യു.എസുമായുള്ള പഴയ ബന്ധം അവസാനിപ്പിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഹനങ്ങൾക്ക് ഉയർന്ന തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കാർണിയുടെ പ്രതികരണം വന്നത്. കാനഡയും അമേരിക്കയും തമ്മിലുള്ള ആഴത്തിലുള്ള സാമ്പത്തിക സുരക്ഷ സൈനിക ബന്ധങ്ങളുടെ യുഗം അവസാനിച്ചുവെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പുതിയ പ്രതികരണം. ട്രംപിന്റെ നിരന്തരമായ തീരുവ യുദ്ധത്തിൽ പല രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഈ അഭിപ്രായ പ്രകടനം. അമേരിക്കയിലേക്കുള്ള വാഹന ഇറക്കുമതിക്ക് ട്രംപ് ആസൂത്രണം ചെയ്ത 22% ലെവി അടുത്തയാഴ്ച പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സംഭവ വികാസം. ഇത് ഏകദേശം 5 ലക്ഷം തൊഴിലവസരങ്ങളെ പിന്തുണയ്ക്കുന്ന കനേഡിയൻ ഓട്ടോ വ്യവസായത്തിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ പുതിയ നയത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് രാജ്യങ്ങൾ.